ഹലോ ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു അബീസ് വേൾഡ്. അപ്പോൾ ഗൈസ്, ഫൈറ്റ് ക്ലബ് ഈ സിനിമ കാണാൻ രണ്ട് റീസൺ ആയിരുന്നു എനിക്ക്. ഒന്ന് വന്നിട്ട് വിജയകുമാർ, ഉറിയടി പാർട്ട് 2 ഇതിൻ്റെയൊക്കെ ഡയറക്ടർ ആക്ടർ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സിനിമകൾ. പിന്നെ ലോകേഷ് കനകരാജന്റെ പ്രൊഡക്ഷനിൽ ഇറങ്ങുന്ന ആദ്യത്തെ സിനിമ, ജി സ്ക്വാഡിൽ ഇറങ്ങുന്ന ആദ്യത്തെ സിനിമ. അപ്പോൾ ഞാൻ പടം കണ്ടു കഴിഞ്ഞപ്പോൾ വന്നേ ഉള്ളൂ. പടം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കൊരു ആവറേജ് പടമായിട്ടാണ് തോന്നിയത്. കാരണം പടത്തിന്റെ സ്റ്റോറി ലൈനൊക്കെ തന്നെയാണ്. എനിക്ക് പടം തുടങ്ങി ഒരു 5 മിനിറ്റിൽ ഒരു ഇൻട്രോ ഉണ്ട്, ഒരു മെയിൻ ക്യാരക്ടറിന്റെ ഇൻട്രോ ഉണ്ട്. അത് കാണിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇതെവിടെ കണ്ടെന്നാലോചിക്കുമ്പോൾ അങ്കമാലി ഡയറീസ്, അതുപോലെ തന്നെ പറവ, പിന്നെ പ്രേമം, റൊമാൻസിന്റെ സൈഡ് വരുമ്പോൾ ഒരു സോങ് ഒക്കെ വരുമ്പോൾ പ്രേമം, ഇതൊക്കെ എൻ്റെ മൈൻഡിൽ വന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റോറി അത്ര അങ്ങോട്ട് എന്നെ എന്താ പറയാ, എന്നെ ഒരു ആകാംക്ഷയിൽ നിർത്തുന്ന ഒരു സ്റ്റോറി ഒന്നും ആയിരുന്നില്ല. ഞാൻ എവിടെയോ കണ്ടു മറന്നൊരു സ്റ്റോറി. അതുകൊണ്ട് തന്നെ പടം ഫസ്റ്റ് ഹാഫ് തന്നെ എനിക്ക് ഏകദേശം കുറച്ച് ലാഗ് അടിക്കാനൊക്കെ തുടങ്ങി. പടത്തിൽ എന്തെങ്കിലും പോസിറ്റീവ്സ് ഉണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറയും വിജയകുമാർ, പുള്ളിക്കാരൻ്റെ ആക്ടിങ് നല്ലതായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ കുറെ പുതുമുഖങ്ങളാണ് അഭിനയിച്ചിരിക്കുന്നത്, അവരെല്ലാം നല്ലപോലെ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക്, എസ്പെഷ്യലി ബാക്ക്ഗ്രൗണ്ട് സ്കോർ സൂപ്പർ ആയിരുന്നു. പിന്നെ എന്തെങ്കിലും പറയണമെങ്കിൽ സിനിമോട്ടോഗ്രാഫി, ക്ലൈമാക്സിൻ്റെ അടുത്ത് വരുമ്പോൾ ഇവർ ഒരു ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, 2 സ്ഥലങ്ങളിൽ ഫൈറ്റ് നടക്കുന്നത് പോലെ അത് എഡിറ്റ് ചെയ്തിട്ട് ഒരു സീനിൽ തന്നെ കാണിക്കുന്നുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, അതെല്ലാം നന്നായിട്ടുണ്ട്. പക്ഷെ പടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പോരായ്മകൾ എന്തെന്ന് ചോദിച്ചാൽ പടത്തിന്റെ സ്റ്റോറി. ആസ് എ മലയാളി ഞാൻ ഈ സിനിമ ഏതൊക്കെയോ മലയാളം സിനിമകളിൽ കണ്ടതുപോലെ തോന്നി. അതുപോലെ തന്നെ വടച്ചെന്നൈയിൽ നമ്മളൊരു സ്റ്റോറി കണ്ടിട്ടുണ്ടാവും, ഇതിലും ഏകദേശം അതുപോലത്തെ ഒരു സ്റ്റോറി തന്നെയാണ്. ഇത് റിവഞ്ച് സ്റ്റോറിയാണ്. പക്ഷെ വടച്ചെന്നൈയിൽ എന്താണെന്ന് വെച്ചാൽ ആ ഒരു മീനവ ഗ്രാമത്തിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ സ്പോർട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്തത് വലുതാവണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഡ്രഗ്സ് ഇതിന് പിന്നാലെ പോകും. ഇത് തന്നെയാണ് സെയിം. അതിനിടയിൽ നടക്കുന്ന ഒരു റിവൻ സ്റ്റോറി. പിന്നെ ഇതിന്റെ വില്ലൻ ഒന്നും എനിക്ക് അത്ര സെൽഫ് എടുക്കാത്ത പോലെ തോന്നി. ഇവര് പറയുന്ന അത്ര ഇവരില് ആ വില്ലൻ കാണിക്കുന്നത് എനിക്ക് അത്ര ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ട് തോന്നിയില്ല. എനിക്ക് തീർത്തും ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത്. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓൾറെഡി കണ്ട സിനിമകളൊക്കെ എവിടേക്കോ റെസംബിൾ ആയതുപോലെ തോന്നി. അതുകൂടാതെ ആക്ഷൻ സീക്വൻസിനല്ല, ഇതിന് സർട്ടിഫിക്കറ്റ് ആണ് ഈ പടത്തിന് കിട്ടിയിരിക്കുന്നത്. ഞാൻ വിചാരിച്ചത് ആക്ഷൻ സീൻസ് ഭയങ്കര റോ ആയിരിക്കും, അതുകൊണ്ടായിരിക്കുന്നു. പക്ഷെ ആക്ഷൻ സീക്വൻസസ് എല്ലാം തീർത്തും ആവറേജ് തന്നെയായിരുന്നു. ഇന്റർവെൽ വാസ് ഗുഡ്. അത് മാറ്റി നിർത്തിയാൽ ക്ലൈമാക്സിനോട് അടുക്കുന്ന ഒരു ഫൈറ്റും ഇടയിൽ വരുന്ന ഫൈറ്റുകളൊക്കെ ഇവർ റിയാലിറ്റി ആയി കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്കമാലി ഡയറീസ് ഒക്കെ കണ്ടതുകൊണ്ട് തന്നെ എനിക്ക് അത്ര റിയൽ ആയിട്ടോ അല്ലെങ്കിൽ അത്ര റോ ആയിട്ടോ ഒന്നും തോന്നിയില്ല. ഫൈറ്റിനൊക്കെ ഒരു ഇമ്പാക്ട് കുറവുള്ളതുപോലെ തോന്നി. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് പടം ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. നിങ്ങൾ ഈ സിനിമ കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ പറയാം. കാണാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം കാണാൻ ശ്രമിക്കുക. കണ്ടിട്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതും ഒന്ന് കമന്റ് ബോക്സിൽ പറയാം. ഗൈസ്, അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അബീസ് വേൾഡ്. ഞാൻ അടുത്തൊരു വീഡിയോ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ബൈ ഗൈസ്.